ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 9th എപ്പിസോഡാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു സീരീസായിട്ട് മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ പേൺ ഫൂണിനെ പ്രൊപ്പോസ് ചെയ്യുന്ന സീനായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഫൂൺ വന്നിട്ട് പറയുകയാണ് എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ പേണിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നുള്ളത് കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിങ്ങിനെ ആർട്ട് വന്നിട്ട് അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രിങ് ആർട്ടിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആർട്ട് പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ ഫ്രണ്ടാണ്. അത് മാത്രമല്ല ഒറ്റയ്ക്ക് ഈ നൈറ്റ് ക്യാമ്പ് വിളിച്ച് വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് എങ്കിൽ ഓക്കെ നീ പൊക്കോ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിങ് വന്നിട്ട് ഓക്കെ നമുക്ക് ഇനി പിന്നെ കാണാം എന്നുള്ള രീതിയിൽ അവൾ ചാറ്റൊക്കെ കൊടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ ആർട്ടിൻ്റെ ഫോണിലേക്ക് പേണിൻ്റെ മിസ് കോൾ കാണുന്നത്. അപ്പോഴത്തേക്കും അവൻ തിരിച്ച് വിളിക്കുന്നുണ്ട്, എന്താണ് പേൺ, എന്ത് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയാൻ എനിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേണിനെയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത്. പേണാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂകനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞാൻ ചോദിച്ചതെന്ന് റിപ്ലൈ തരാത്തേ, നീ എന്താ മിണ്ടാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് അവൻ പ്രൊപ്പോസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ച് എന്താ റിജക്റ്റ് ചെയ്ത കാര്യങ്ങളും അതവൻ ഒരുപാട് സങ്കടമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ആർട്ടിനോട് നമ്മുടെ പേൺ പറയുന്നുണ്ട്. നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്ക് എന്താ ഇപ്പോൾ ഫീൽ ആവുന്നത് അത് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അതൊന്നും സാരില്ല, എപ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്, നീയും ഫ്രണ്ട്സായിട്ടിരിക്കുകയെ എന്നിട്ട് നമുക്ക് പിന്നീട് നമുക്ക് അവളെ പ്രപ്പോസ് ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ പ്രിങ്ങിൻ്റെ വീടാണ് കേട്ടോ. അവിടെ അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിങ് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിൻ്റെ ഒപ്പം ഉള്ള ഫോട്ടോസ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇത് അവളുടെ അമ്മ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിങ് പറയും ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇവൻ മാത്രമല്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പേരും ഫോട്ടോസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ പറയുന്നത് എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല, നിനക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിങ് പറയും ആ അമ്മ നാളെ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ ഇത് ഇവിടെ വെച്ചാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കണം, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ വന്നിട്ട് നമ്മുടെ പേണിനെയാണ്. പേൺ വന്നിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് സാഡൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അവനൊരിക്കലും എന്താണ് ഇനി പഴയ പോലെ ഫോണിന് മെസ്സേജ് അയക്കാനോ സംസാരിക്കാനോ എന്നുള്ള ഒരു മൂഡിലില്ല. അവൻ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ടൈമിലാണ് ഈ മെസ്സേജ് കാണുന്നത്. അപ്പോൾ ആർട്ട് ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയാ നീ വരുന്നില്ലേ നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും നീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് നീ എത്ര നാളെ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും എനിക്ക് അവളെ ഒരിക്കലും അവോയ്ഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. നെക്സ്റ്റ് സീൻ വന്നിട്ട് അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് പ്രിങ്ങിൻ്റെ വീട്ടിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ ചെക്കൻ എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആർട്ടിനെ വിളിക്കുമ്പോഴത്തേക്കും ആർട്ട് പറയും എനിക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കര സങ്കടമൊക്കെ ആയി. അവൻ തിരിച്ച് പോകാന്നുള്ള രീതിയിൽ എല്ലായിടത്ത് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുന്ന് ഫോൺ ഓടി വരും. ഫോൺ വന്നിട്ട് പേണിനെ വിളിക്കുക, എന്താ പേൺ നീ അകത്തേക്ക് വരാത്തെ. പക്ഷെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര എന്താ പറയുക അവളെ മുഖത്ത് നോക്കാനോ അവളോട് സംസാരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നില്ല നീ ഒറ്റയ്ക്കാണോ, ആർട്ട് എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ആർട്ടിന് വരാൻ പറ്റുന്നില്ല, അവനവിടെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് ഉള്ളതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയിക്കാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയാം എന്നാൽ ഓക്കെ നീ അകത്തേക്ക് അവിടെ ചോമ്പൂയും പ്രിങ്ങൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അകത്തേക്ക് പോകുന്ന സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിലാണ് നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. അവന് ഒട്ടും താല്പര്യമില്ല, കാരണം ആർട്ട് കൂടെ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നിങ്ങളെവിടെ ഇരുന്നോ, ഞാനെന്നാൽ അങ്ങോട്ട് മാറിയിരുന്ന് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് വേണ്ട സങ്കടമാവും കേട്ടോ. അവൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
പിന്നെ നമ്മുടെ പ്രിങ് പറയും നമുക്കൊന്ന് ഫുഡ് കഴിച്ചാലോ, ഞങ്ങൾ പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും വേണ്ട നിങ്ങളിവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും പ്രിങ് പറയും നീയൊക്കെ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, ഞാൻ പോയിട്ട് വരാം, ചോമ്പോയി എൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ഫുഡ് വാങ്ങാൻ പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പേണിന് ഭയങ്കരമായിട്ട് എന്തോ പോലെ, കാരണം അവളുടെ മുഖത്ത് നോക്കാനോ അവിടെ സംസാരിക്കാനോ ഒന്നും ഇവനിക്ക് താല്പര്യമില്ല. അവനപ്പോൾ അവൻ്റെ വർക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് മനസ്സിലാവും ഇവനെന്തോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും കേട്ടോ. അവൾ പറഞ്ഞതൊന്നും ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ പെങ്കൊച്ചിന് മനസ്സിലായിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വരികയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ പേണിനാണെങ്കിൽ ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവനവിടെ മാറിയിരിക്കുക എന്നുള്ള രീതിയിൽ എണീറ്റ് പോകാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് വന്നിട്ട് അവൻ്റെ ആ ഒരു ബോർഡിൽ കാല് വെച്ച് ചവിട്ടി പിടിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നീ എന്തായി ചെയ്യുന്നത്, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ കാല് മാറ്റുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും നീ ചെയ്യുന്നതാണ് ശരിയല്ലാത്തത്, നിനക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ചെക്കനാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, ഇതെല്ലാം കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ആ ടൈമിലായിരിക്കും നമ്മുടെ പ്രിങ്ങിൻ്റെ അമ്മേൻ്റെ എൻട്രി കേട്ടോ. അപ്പോൾ അമ്മ വരുന്ന കാണുന്നത് മൊത്തം ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അമ്മേനെ കണ്ടപ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ചാടി എണീറ്റ് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത പോലെ ആകെ പതറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ പേൺ പറയുന്നുണ്ട് അമ്മ പ്രിങ് ഇവിടെ ഇല്ല, പ്രിങ് ഷോപ്പിൽ പോയിക്കുക ഫുഡ് വാങ്ങാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയാം മോനെ നിങ്ങളുടെ പ്രൊജക്റ്റൊക്കെ ചെയ്തോ, നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അമ്മ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കെൻ്റെ പഴയ സ്കൂൾ ഡേയ്സൊക്കെ ഓർമ്മ വരുന്നുണ്ട്, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒന്നിനെക്കുറിച്ചും ബോധമില്ലാത്ത പോലെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. അവസാനം നെക്സ്റ്റ് സീൻ വന്നിട്ട് നമ്മുടെ ആർട്ടിനെയാണ് കാണിക്കുന്നത്. ആർട്ട് അവൻ്റെ ജോലിയിൽ ഭയങ്കരമായിട്ട് ജോലി എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻ്റായ ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്, ട്രാഫിക്കിനൊക്കെ മാറ്റുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും ആ വഴി കൂടി പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ആർട്ടിനെ കാണുന്നുണ്ട്. അതേസമയം ഇവരുടെ ബാക്കിലൊരു കാറ് ഭയങ്കരമായിട്ട് ഡ്രങ്ക്സൊക്കെ കഴിച്ചിട്ട് അതിലുള്ള ഒരാൾ ഡ്രൈവ് ചെയ്യുന്നത് ഇവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അയാൾ ഭയങ്കര ഓവർ സ്പീഡിലൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് പ്രിങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോഴത്തേക്കും പെട്ടെന്ന് ആർട്ടിനെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ ആർട്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആർട്ടിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനവിടെ നിന്ന് തള്ളി മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അവർക്ക് എല്ലാവർക്കും ഷോക്കായിട്ട് എല്ലാവരും നിലവിളിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. പിന്നെ ആ കാറ് ഇടിക്കാണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ആർട്ടിനൊന്നും മനസ്സിലാവുന്നില്ല. ആർട്ടാണെങ്കിൽ ആകെ ഷോക്കായിപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ. പ്രിങ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പ്രിങ്, നീ ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിങ് അവനോട് പറയുന്നുണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവളിങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ സങ്കടമായിട്ട് അവരും അവളെ സമാധാനിപ്പിച്ച് കാറിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പറയും എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ഇതുപോലെ തന്നെയായിരുന്നു, എൻ്റെ കൺമുന്നിൽ നിന്നാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, അത് ഞാൻ ഓർത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവളെന്നെ പറഞ്ഞ് കരയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് കരയുന്നുണ്ട്, അവർക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോമ്പ് പറയുന്നുണ്ട് നീ സങ്കടപ്പെടേണ്ട, ഇതിലേക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോമ്പുവിനെ അവളെ സമാധാനിപ്പിക്കുന്നതാണ് കാണുന്നത്. അതൊക്കെ നമ്മുടെ പ്രിങ് പറയും എനിക്കിനി നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് പോകണം, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ആർട്ടിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും, കാരണം അവളിനി എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക, അവളെ സങ്കടം എങ്ങനെ മാറ്റുക എന്നുള്ള രീതിയിൽ അവനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിങ് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിട്ട് അവളിങ്ങനെ അവൻ്റെ വിരലിങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സീരീസിൽ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള ഓരോ എപ്പിസോഡുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പം അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നീ സുബാ. ടാ.